ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാനിതവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു 10-15 ദിവസമൊക്കെ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചീനച്ചട്ടിൻ്റെ പരുവം ഈ ഒരു രീതിയിലാവും. അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ കഴുകുന്നത് പോലുമില്ല. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കരിഞ്ജീരകം, ഒരു സ്പൂൺ ഉലുവ, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ റോസ്മേരി ഡ്രൈ ലീവ്സ് നമുക്ക് കിട്ടുമല്ലോ അത്, പിന്നെ ഞാനൊരു 3-4 തണ്ട് കറിവേപ്പില വലിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, സവോള എടുക്കുന്നതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് ചെറിയ ഉള്ളി കേട്ടോ. അതിൻ്റെ ആ ഒരു തോലോട് കൂടി തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മേൽഭാഗത്തെ ആ ഒരു ഇതുണ്ടല്ലോ അത് മാത്രം കളഞ്ഞിട്ട് ബാക്കി എല്ലാം തന്നെ ഞാനും തോലും എല്ലാം ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായി തന്നെ നമ്മൾ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും കോഫി പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചായപ്പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ബീട്രൂട്ട് ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബീട്രൂട്ട് നമ്മൾ പൗഡറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ അത് എടുത്തത് അത് 2 ടേബിൾ സ്പൂൺ ഇതിലിട്ട് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് തിളച്ച വെള്ളം, കെറ്റിലിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പോൾ ഗ്യാസൊക്കെ സിലിണ്ടറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എപ്പോഴും കെറ്റിലൊക്കെ വെള്ളം ചൂടാക്കിയിട്ട് എന്തും കുക്ക് ചെയ്യാനായിട്ട് എടുക്കണേ. കുക്ക് ചെയ്യുന്ന സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും, സിലിണ്ടറും നമുക്ക് ലാഭിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് അടുപ്പത്ത് വെച്ചു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഒരു കറുത്ത വെള്ളമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിന് മുഴുവനായി തന്നെ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു വട്ടവും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ വേസ്റ്റ് ചണ്ടി ഉണ്ടല്ലോ അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുണ്ടല്ലോ ശരിക്കും നമ്മുടെ ഒരു ഹെയർ സെറമാണ്. നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കളറ് വരാനും താരൻ പോവാനും, ചെറിയുള്ളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താരനൊക്കെ തന്നെ പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അയണിൻ്റെ ഗുണവും ഒക്കെ നമുക്ക് കിട്ടും. നമുക്കല്ലാത്ത പക്ഷം നമ്മൾ ഹെന്നയൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ നമ്മളിത് ഈ ഒരു ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കളറായി തന്നെ നമുക്ക് ഈ ഒരു മൈലാഞ്ചി നമ്മൾ മിക്സാക്കിയിരിക്കുന്നത്, ഹെന്ന പൗഡർ മിക്സാക്കിയിരിക്കുന്നത് നമുക്ക് കിട്ടും. നമ്മൾ ഹെന്നയിൽ ഒഴിച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹെയർ സെറമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മുടിക്ക് വളരെ നല്ലതാണ്. കാരണം ചെറിയുള്ളിലേക്ക് ഉള്ളതുകൊണ്ട് താരൻ പോകാനും റോസ്മേരി ഉള്ളതുകൊണ്ട് മുടി നല്ലപോലെ തന്നെ വളരാനും മുടിക്ക് നല്ല കളറ് കിട്ടാനായിട്ട് ചായപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ കോഫി പൗഡറും കരിഞ്ജീരകവും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടി നല്ല പോലെ വളരാനായിട്ടാണ് നമുക്ക് ഉലുവ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വീക്ക്ലി ഒരു 3 തവണയായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയർ ഫോൾസും ഡാൻഡ്രൂഫും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെയറിന് ഗ്രോത്ത് വരാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ. പിന്നെ ഈ ഒരു സെറം ഉണ്ടാക്കിയിട്ട് ഇത് തന്നെ നമ്മൾ ഇതുപോലെ ഹെന്നയിൽ നമ്മൾ മിക്സാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഗുണം തന്നെ നമുക്ക് കിട്ടും. നമ്മൾ മുടിയിലൊക്കെ നമ്മുടെ വെള്ള മുടി വന്നിട്ട് നരച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തടുക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടില്ലേ, നമ്മൾ 8 മണിക്കൂർ വെച്ചതിന് ശേഷം അത് ശരിക്കും ഒരു ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക, 1 മണിക്കൂർ സമയത്തിന് ശേഷം നോർമലായിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ മുരിങ്ങയിലയൊക്കെ ഉണ്ടാവുമല്ലോ, മുരിങ്ങ ചെടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് തളിരില വലിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും മുരിങ്ങ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് ആ ഓരോ ഇതളുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അത് വലിയ പണിയായിട്ടൊക്കെ ചിലർക്ക് തോന്നാറുണ്ട്. കാരണം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്കിതിന് നമ്മളൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാൻ പോലും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ അരിപ്പയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ചോറും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് അതിൻ്റെ എണ്ണ വാരാൻ വെക്കുന്ന ഈ ഒരു അരിപ്പയുണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഓരോ തണ്ടായിട്ട് നമ്മൾ കുത്തി വെച്ച് കൊടുത്തിട്ട് പിന്നിൽ നിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു തണ്ടിൽ നിന്ന് ഇതൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ എപ്പോഴും മുരിങ്ങയില എടുത്തു കഴിഞ്ഞാൽ ചിലർ കുടഞ്ഞിട്ട് നല്ല പോലെ തട്ടിക്കുടഞ്ഞതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതെ കുറച്ച് സമയം മഞ്ഞവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിൽ ചെറിയ വെള്ള കളറുള്ള പുഴുവൊക്കെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ കണ്ടാൽ അറിയത്തില്ല, കുടഞ്ഞാലും ചിലപ്പോൾ പോവില്ല.
അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം പോവുകയും ചെയ്യും, നല്ലപോലെ തന്നെ ക്ലീൻ ആവും. എന്നിട്ട് നമ്മളൊരു അരിപ്പയിലോട്ടിട്ട് അതിൻ്റെ വെള്ളം എല്ലാം തന്നെ വാരാൻ വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, പിന്നെ ഒരു 10-15 ചെറിയുള്ളിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം വയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം ഇതുപോലൊന്ന് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ, അന്നത്തെ കഞ്ഞിവെള്ളം തന്നെ വേണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഈ ഒരു വെള്ളം വാരാൻ വച്ചിരിക്കുന്ന മുരിങ്ങ, അത് തളിരില തന്നെ വേണം കേട്ടോ, ഒരുപാട് മൂത്ത ഇലയൊന്നും ഇതിന് നന്നായിരിക്കില്ല. തളിരില ഉണ്ടല്ലോ, ആ തളിരില നമ്മൾ വെള്ളം വാരാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കുക കേട്ടോ. 1-2 തിള വരുമ്പോഴേക്കും തന്നെ ഇത് പെട്ടെന്ന് ഈ ഇല വെന്ത് കിട്ടും. ഇതൊരു നല്ലൊരു കറിയാണ് കേട്ടോ. നമുക്ക് കറി വെക്കാനൊന്നുമില്ല, നമുക്ക് അല്ലെങ്കിൽ ടൈമില്ല അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇതിനിപ്പോൾ ഒരുപാട് മുരിങ്ങയൊന്നും വേണമെന്നില്ല, ഇതൊന്നും കുറച്ച് നമുക്ക് എടുത്താൽ മതിയാവും കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും സൈഡ് ഡിഷായിട്ട് ഒന്നും തന്നെ ആവശ്യം വരില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല മണമായിരിക്കും ഈ ഒരു കറിക്ക്. നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെയുള്ള ഒരു ടിപ്പാണ്. ഇപ്പോൾ ചെറുപഴമാണെന്നുണ്ടെങ്കിലും നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൊലയൊക്കെ നമ്മൾ ഉണ്ടാവും പറിച്ച് വെച്ച്, അത് മുഴുവനും നമ്മൾ ആ ഒരു കറുപ്പാവുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ച് തീരില്ല. അപ്പോൾ അതൊക്കെ കറുത്ത് കഴിഞ്ഞാൽ പിന്നെ മക്കളാരും ഈ പഴം കഴിക്കില്ല. അപ്പോൾ ഈ ചെറുപഴമൊക്കെ, ഇപ്പോൾ ഇത് ചെറുപഴം മാത്രമല്ല, നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിലും റോബസ്റ്റ പഴം ആണെന്നുണ്ടെങ്കിലും റോബസ്റ്റ പഴമൊക്കെ പെട്ടെന്ന് പഴുത്ത് കഴിഞ്ഞാൽ തന്നെ ആ ചീർപ്പിൽ നിന്ന് അങ്ങനെ ഉതിർന്ന് വീഴുകയും ചെയ്യും, പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒരു കൊല പഴം ഉണ്ടായാലും നമ്മൾ ഒരു ചീർപ്പ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇതുപോലെ കറുപ്പായി നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് ഇപ്പോൾ ഇത്ര നല്ല ചൂടുള്ള സമയമാണ്, അപ്പോൾ ഈ ഒരു വെയിൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പഴം അതുപോലെ അതിൻ്റെ തോല് സെപ്പറേറ്റ് കളഞ്ഞതിന് ശേഷം ഒരു ചെറുപ്പത്, ഇത് പൂവൻ പഴമാണ് കേട്ടോ, അതിപ്പോൾ ഇതുപോലെ ഒരെണ്ണത്തിന് 4 പീസാക്കിയിട്ട് ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്താൽ മതി, ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പഴം കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ പഴം നമുക്ക് പിന്നീടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു വെയിലിന് ശരിക്കും 2 ദിവസം നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി കേട്ടോ. വെക്കുമ്പോഴേക്കും തന്നെ ഈ ഒരു പരുവത്തായി. ഇനി ഇത് ഒരു ദിവസം കൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് അത് ശരിക്കും ബ്രൗൺ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഇത് 2 ദിവസം വെച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണ് കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ നനവെല്ലാം പോയി, പഴം എന്ന് പറയുമ്പോൾ നമ്മൾ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അതെല്ലാം പോയി നല്ല പെട്ടെന്ന് ഡ്രൈ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ വെക്കാം. നമ്മൾ നോർമലി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പഴം നമ്മൾ ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിരിക്കുന്നത്, ഡ്രൈ ആക്കി എടുത്തിരിക്കുന്നത് നമുക്ക് വെറുതെ കഴിക്കാനാണെങ്കിലും കഴിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേനോ അല്ലെങ്കിൽ കുറച്ച് ശർക്കര പാനിയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യിലൊക്കെ വഴറ്റിയെടുക്കുന്നത് പോലെ നമുക്കിതിനൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് പല സ്ഥലത്തും വീട്ടിൽ വാഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വാഴ കൊലച്ചൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് മടുത്ത് വേസ്റ്റാക്കി കളയാതെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.